ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തം വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ്. പക്ഷെ പലർക്കും ഈ ഒരു സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പൊതുവെ ഡേഞ്ചറസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്യാസും രണ്ടാമത്തെ പ്രഷർ കുക്കറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കുക്കർ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മറ്റുള്ള പാത്രങ്ങളിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും സമയം, ഗ്യാസ്, പൈസ എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കുക്കർ. കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ പേടി ഇല്ലാതാവുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രഷർ കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. മെയിനായിട്ട് ഒരുവിധം പ്രായം കൂടിയ ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ട്. കാരണം ഇത് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നുള്ള ഒറ്റ കാരണമാണ് മെയിനായിട്ട്. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും ഏറ്റവും അധികം അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനം കൂടിയാണ് കുക്കർ കേട്ടോ. കുക്കറിന്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു മൂടി. കാണുമ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ കുക്കറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കുക്കറാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിച്ചൊന്നും വരില്ല. പക്ഷെ ഇതുപോലെ കാലപ്പഴക്കം ചെന്ന കുക്കറാണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ വെയിറ്റ് ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനം വേവിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വെയിറ്റ് ഇതിലോട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് മൂടി ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അത് ഏറ്റവും തെറ്റായ ഒരു രീതിയാണ്. നമ്മളെപ്പോഴും സാധനം പാതി വേവായി ആവി പുറത്തോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം വെയിറ്റ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ നമുക്ക് വെയിറ്റ് എപ്പോഴും പല സാധനങ്ങളും തിളച്ച് പൊങ്ങി വരുന്നതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിനകത്തോട്ടായിരിക്കും ആ വേസ്റ്റ് മുഴുവൻ അടിഞ്ഞു കൂടുന്നത്. ചിലപ്പോൾ ഹോളുകൾ ചിലപ്പോൾ 4 എണ്ണം ആയിരിക്കാം, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടാവാം. അപ്പോൾ എത്ര ഹോളാണെങ്കിലും നമ്മൾ ഈ ഒരു വെയിറ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ചന്ദനത്തിരിയുടെ ഒരു കോലാണെങ്കിൽ നമുക്ക് വിഷയമില്ല. അതിനകത്തോട്ട് കയറിപ്പോകുന്ന ഏത് സാധനങ്ങളും ഉപയോഗിക്കാം കേട്ടോ. ഇതിന് അകത്ത് വല്ല കരടുകൾ വല്ല അടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കുക. വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് നല്ല ഫോഴ്സിൽ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോളിലൂടെയും വെള്ളം പുറത്തോട്ട് വരും. അങ്ങനെ ആകുമ്പോൾ കരടൊന്നും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഹോളും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം ഏത് സാധനം നമ്മൾ വേവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, വളരെ കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അത് കറക്റ്റായി ചെയ്യാത്ത ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് കുക്കർ പെട്ടെന്ന് കംപ്ലൈന്റ് വരാനും ഇല്ലെങ്കിൽ വല്ല അപകട സാധ്യതകൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ഈ ഹോളൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആകും. പക്ഷെ എപ്പോഴും നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചില പൂർണ്ണമായിട്ടും ഇതിനകത്തെ കരട് പോയിന്ന് വരില്ല. അപ്പൊ കുക്കറിന്റെ അടുത്തൊരു മെയിൻ ആയിട്ടൊരു പ്രശ്നം കുക്കർ ഉണ്ടാവുന്ന ലീക്കേജ് ആണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റ് ചെയ്താലും ചില സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അത് തിളച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം ഈ വാഷറിൽ ഉണ്ടാവുന്ന വലുപ്പ വ്യത്യാസമാണ്. നമ്മൾ റബ്ബർ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്ന സമയത്ത് നല്ല രീതിയിൽ വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സൈസ് ഒരിക്കലും കറക്റ്റ് ആവില്ല. സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ വാഷർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതല്ല ചെറിയ ലീക്കേജ് ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം വാഷറിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിളച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു രീതി ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അല്ലെങ്കിൽ തിളച്ച് പൊന്നി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ മാത്രമല്ല പ്രശ്നം, ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും കിച്ചൺ മൊത്തമായിട്ട് വൃത്തികേടാവുന്ന ഒരു പരിപാടിയാണ്. ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തിളച്ച് പൊങ്ങാതെ കുക്കർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം ഇടുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇതിന്റെ സൈസിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കറങ്ങും. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടിപ്പും കൂടി നമുക്ക് ചെയ്യാം. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ഒരു 1/4 മണിക്കൂർ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് നല്ല രീതിയിൽ ചെറുതായിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കും. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ
ഒരു 15 മിനിറ്റോളം നമുക്ക് വാഷർ ഇതുപോലെ ഇട്ട് വെക്കാം. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം നിർബന്ധമില്ല. ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഷെൽഫിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കാരണം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും, ഒരു ബലം ഹാർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വാഷർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം വാഷറൊന്നും ചേഞ്ച് ചെയ്യാതെ നമുക്ക് ഈ വാഷറിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കിതിൽ ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും തണുത്ത വെള്ളത്തിലാണെങ്കിലും ഒരു 15 മിനിറ്റോളം വാഷ് ഇട്ട് വെക്കണം. അടുത്ത ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പും ഇതോടെ ചെയ്യാവുന്നതാണ്. നമ്മൾ മുൻപെടുത്ത് വെച്ച വെളിച്ചെണ്ണ, ഒരു നുള്ളു വെളിച്ചെണ്ണ മാത്രം മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് സാധനം ഇതിൽ വേവിക്കുകയാണെങ്കിലും ഒരിക്കലും പിന്നീട് നമുക്കിതിലോട്ട് അടിപ്പിടിക്കില്ല. വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് കുക്കറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ചോറ് വയ്ക്കുകയാണെങ്കിൽ കൂടെ നമ്മൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലും ഇത് തിളച്ച് പൊങ്ങില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കുക്കറിൽ എല്ലാവരും ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കറിൽ ഒരു സാധനം വെച്ചിട്ട് നമുക്കത് എമർജൻസി ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഈ വെയിറ്റ് നല്ല രീതിയിൽ പൊന്തിച്ച് വിസിൽ കളയും. എന്നിരുന്നാലും പ്രഷർ അത്ര പെട്ടെന്ന് റിലീസ് ആവില്ല. വെള്ളം ഒഴിച്ചിട്ട് കുക്കർ തണുപ്പിക്കാൻ ശ്രമിക്കും, എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് കുക്കർ തണുപ്പിക്കരുത്, എത്ര എമർജൻസി ആണെങ്കിലും. അതിന് ചെയ്യാൻ പറ്റുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു കോട്ടൺ തുണി നനയ്ക്കുക, നല്ല രീതിയിൽ നനയ്ക്കുക. അതിനുശേഷം 20 സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുക്കർ തണുത്തിട്ടുന്നതാണ്. കൂടാതെ പെട്ടെന്ന് പ്രഷർ റിലീസ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ കുക്കറിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിൻ്റെ ഹാൻഡിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ലൂസായി വരും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ അത് മുറുക്കി കഴിഞ്ഞാലും കറക്റ്റായിട്ട് മുറുകില്ല. കാരണം ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ലൂസാവും. കാണിച്ച ഒരു സംഭവമാണ്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് ആ സ്ക്രൂവിൻ്റെ മേലെ കുറച്ച് പേസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം നിങ്ങൾ ടൈറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആവും. പിന്നെ കുറേ കാലം ഇത് ലൂസാവില്ല. അപ്പോൾ പേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അപ്പോൾ ഈ സ്ക്രൂ മുറുകി കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് ഭക്ഷണത്തോടെ പൊന്തിക്കുന്ന സമയത്ത് ലൂസായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ യാതൊരു പേടിയും വേണ്ട. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾക്ക് പേടിയില്ലാതെ ഇനി മുതൽ ഉപയോഗിക്കാനുള്ള വളരെ കുഞ്ഞു ടിപ്സുകളാണ്. അപ്പോൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു പേടിയില്ലാതെ കുക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൊഡക്റ്റാണ് കുക്കർ. അപ്പോൾ ഇനി മുതൽ പേടിച്ചിട്ട് ആരും കുക്കർ ഉപയോഗിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഈ ഒരു ടിപ്സുകളെല്ലാം പരീക്ഷിച്ച് നോക്കുക. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.